ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളക് കൃഷിയുടെ വളവിടീലിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ തുലാമഴ പെയ്യുന്ന സമയത്ത് വളവിടാൻ ഏറ്റവും യോജിച്ച സമയമാണ്. ദയവായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ വളവിടീലിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ കുരുമുളക് കൊടിയുടെ ചുറ്റും അതിൻ്റെ കളകളൊക്കെ പറിച്ച് ഒന്ന് ക്ലീൻ ആക്കുക. അപ്പോൾ ഒരു 2 അടി ചുറ്റളവിൽ നമ്മൾ കളകൾ പറിക്കുന്നു. തൂമ്പ ഉപയോഗിച്ച് ചെത്തുന്നത് അപകടമാണ്. അതിൻ്റെ വേരുകളൊക്കെ അല്ലെങ്കിൽ ഈ കുരുമുളക് കൊടിയുടെ ചോടിന് ക്ഷതമേറ്റാൽ കൊടി വാടിപ്പോവും. കഴിയുന്നതും ഈ ചെടിയുടെ ചോട്ടിലോട്ടുള്ള ഭാഗം നമ്മൾ കൈകൊണ്ട് പറിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഈ കൊടി ചോട് നല്ല ക്ലീൻ ആക്കിയിട്ട് അവിടെ നമ്മൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതായത് വർഷത്തിൽ ഒന്നേ നമ്മൾ വളമിടുന്നുള്ളൂ ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി കൂടുതൽ ഇടാം. ഒരു 1/4 കൊട്ട നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചാണകപ്പൊടി നമ്മൾ ഇടുന്നത് ഈ കൊടിയുടെ ചോട് നിൽക്കുന്ന ഭാഗത്ത് കൂട്ടിയിട്ടാൽ മതി. ഈ കൊടിക്കാലിൻ്റെ ചുറ്റും നമ്മൾ ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഈ ചാണകപ്പൊടി ഇട്ട് എപ്പോൾ ശ്രദ്ധിക്കുക, വളരെ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം. അങ്ങനെ ആ ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മളത് മണ്ണ് വെട്ടി മൂടുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ തൂമ്പ കൊണ്ട് കിളയ്ക്കുന്നില്ല. കിളച്ചാൽ വേര് മുറിയും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മണ്ണ് പുറത്തുനിന്ന് വെട്ടി ഇതിൻ്റെ ചോട്ടിലേക്ക് ഇടുക. അതായത് ഒരു 2 അടി ചുറ്റളവ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ 2 അടിക്ക് പുറത്തുനിന്ന് നമ്മൾ മണ്ണ് വെട്ടി നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചോട് മുഴുവൻ മണ്ണിട്ട് മൂടും, ചാണകം മൂടും. ഇങ്ങനെ ചാണകം മൂടിയതിന് ശേഷം നമുക്ക് അവിടെ പച്ചില വളം ആ ചൂട്ടിൽ കൊടുക്കാം. അതായത് ഈ കൊടിക്കാലിൻ്റെ മുകളിലുള്ള ശിഖരങ്ങൾ മുറിച്ച് അതിൻ്റെ പച്ചിലകൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിടാം. അപ്പം അതിന് 2 പ്രയോജനങ്ങളുണ്ട്. ഈ പച്ചില വന്ന് അത് മഴയുള്ളത് കൊണ്ട് അഴുകി വളമാകുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ ചുവട്ടിലൊരു തണുപ്പ് നിൽക്കാൻ ഒരു പൊതയാകുകയും ചെയ്യും. അതോടൊപ്പം ഈ കൊടിക്കാലുകളുടെ ശിഖരങ്ങൾ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ശിഖരങ്ങൾ മുറിച്ച് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിടാൻ 2 പ്രാവശ്യം എങ്കിലും ഈ ശിഖരങ്ങൾ മുറിക്കണം. മുറിക്കുന്നത് നമുക്ക് ഈ കൊടികൾക്ക് നല്ല സൂര്യപ്രകാശം കിട്ടാനായിട്ട് വേണ്ടിയാണ്. അപ്പം നല്ല സൂര്യപ്രകാശം കൊടികളുടെ നല്ല വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പം ഈ കുരുമുളക് കൊടിക്ക് വളമാകുകയും ചെയ്യും, നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ വർഷത്തിലൊരിക്കൽ വളമിട്ട് ഈ കുരുമുളക് കൊടികളെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നല്ല രീതിയിലുള്ള വളർച്ചയും നല്ല ഈൽഡും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിലുള്ളൊരു വളപ്രയോഗം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ഒരു റിസൾട്ട് കിട്ടും. എൻ്റെ ഈ കുരുമുളക് തോട്ടം ദയവായി നിങ്ങളൊന്ന് കാണുക.